സദൃശ്യവാക്യങ്ങൾ 22 അധ്യായം 4 താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നവൻ. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. ദൈവഭക്തനായി ജീവിച്ച ഇയ്യോബ് പരിശോധനകൾ, നഷ്ടങ്ങൾ, പരിഹാസങ്ങൾ ഇവയെല്ലാറ്റിനും നടുവിൽ ദൈവം മുൻപാകെ താഴ്മയോടെ ഇരുന്നതിനാൽ നഷ്ടപ്പെട്ടതിന്റെ എല്ലാം ഇരട്ടിയായി നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചു. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അവിടുത്തെ കൽപ്പനകൾ ഇഷ്ടപ്പെടുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സംഖ്യാപുസ്തകം 12 അധ്യായം 3 പറയുന്നു, മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിൽ വെച്ച് അതിസൗമ്യനായിരുന്നു. 7 വാക്യത്തിൽ തന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ദാനിയേൽ ദൈവത്തോടുള്ള വിശ്വസ്തതയും പ്രാർത്ഥനാ ജീവിതവും കാത്തു സൂക്ഷിച്ചു. ജീവിതത്തിൽ പലപ്പോഴും നാം പലതിലും അവിശ്വസ്തരാകുമ്പോൾ വിശ്വസ്തനായ ദൈവം നമ്മോട് പറയുന്നു, താഴ്മയോടെ ദൈവസന്നിധി താണിരുന്നാൽ ഉയർത്താമെന്ന്, നമ്മുടെ ജീവിതത്തെ ചൈതന്യമുള്ളതാക്കി തീർക്കുമെന്ന്. ദൈവത്തിന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ട്. അതുകൊണ്ട് നിഗളഭാവവും സ്വാർത്ഥതയും വിട്ട് ദൈവം മുൻപാകെ താഴ്മ ധരിക്കാം. എല്ലാവരിലും ദൈവം ആത്മീയ ഭൗതിക നന്മകളാൽ നിറയ്ക്കേണ്ടതിന് താഴ്മയോടും യഹോവ ഭക്തിയോടെ ഇരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.